അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ അബ്ദിക വറസൂലിക നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹവും ബഹുമാനം നിറഞ്ഞ പ്രിയ വിശ്വാസി സഹോദരങ്ങളെ, സഹോദരിമാരെ, സർവ്വലോകവും നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സർവാധിരാജനായ പടച്ചറബ്ബിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും സസൂക്ഷ്മം പാലിച്ചുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കണമേ എന്ന് എവരെയും ഉണർത്തുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ചിലവഴിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡുകൾക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തി തേടിക്കൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഓരോ നിമിഷങ്ങൾക്കും അള്ളാഹു അതൊരു സ്വാലിഹായ അമലായി സ്വീകരിച്ച് തക്കതായ പ്രതിഫലം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി ലോകത്തുനിന്ന് വിട പറയുമ്പോൾ സമാധാനം കിട്ടിയ ആത്മാവായി അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ സ്വാഗതം ചെയ്യുന്ന, സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്ന ആത്മാക്കളിൽ ഉൾപ്പെടാൻ വേണ്ടി അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏത് പരീക്ഷണങ്ങളിലും പതറാതെ ഇടറാതെ തവക്കുലോടുകൂടി ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, പരലോക ജീവിതത്തെക്കുറിച്ചുള്ള കേവലം ധാരണകളോ അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകങ്ങളിൽ നിന്നോ പ്രസംഗങ്ങളിൽ നിന്നോ കേട്ടു പരിചയിച്ച ധാരണകളോ ചിന്തകളോ അല്ല നമുക്ക് പരലോക ജീവിതത്തെക്കുറിച്ച് ആവശ്യമുള്ളത്. നമ്മളൊക്കെ ഈ ലോകത്ത് ജീവിച്ചു എന്നതുകൊണ്ട് തന്നെ ഈ ലോകത്തിൽ നിന്ന് ഒരു ദിനം നമ്മൾ മടങ്ങേണ്ടവരാണ് എന്ന് ബോധ്യമുള്ളവരാണ് വിശ്വാസികൾ. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തഖ്വയോടുകൂടി ഈമാനോടുകൂടി ജീവിക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും ചിന്ത ഇത് എൻ്റെ ശാശ്വതമായ ലോകമല്ല എന്നും ഇതിനു ശേഷം എനിക്കൊരു ജീവിതമുണ്ട് എന്നും ആ ജീവിതം ഖബർ ജീവിതമാണ് എന്നും ഖബർ ജീവിതത്തിലെ ചോദ്യ ഉത്തരങ്ങൾക്കും ജീവിതത്തിനും ശേഷം പരലോകത്തിനൊരു ജീവിതമുണ്ട് എന്നും അവിടെ വിചാരണയുണ്ട് എന്നും ആ വിചാരണയിൽ കൃത്യമായി എനിക്ക് ഈ ലോകത്ത് ചെലവഴിച്ച ഓരോ മണിക്കൂറുകൾക്കും ഓരോ സെക്കൻഡുകൾക്കും നിമിഷങ്ങൾക്കും എത്ര കണ്ട് എനിക്ക് ഈ ലോകത്ത് ജീവിക്കാൻ അള്ളാഹു ആയുസ് നൽകിയോ ആ ആയുസ്സിലെ ഓരോ സെക്കൻഡുകൾക്കും ഓരോ നിമിഷത്തിനും പടച്ച റബ്ബിൻ്റെ മുമ്പിൽ എണ്ണി എണ്ണി ഞാൻ മറുപടി പറയേണ്ടി വരും എന്ന ബോധത്തോടുകൂടി, എന്ന ചിന്തയോടുകൂടി ജീവിക്കുന്നവരാണ് വിശ്വാസികൾ. ലോകത്ത് ജനിച്ചവരെല്ലാം മരണപ്പെടുമെന്നത് സത്യമാണ്. ഈ ലോകത്ത് ജനിച്ചു എന്നതുകൊണ്ട് തന്നെ കാലാകാലവും ഇവിടെ ജീവിക്കാമെന്ന ആഗ്രഹമുണ്ട് മനുഷ്യർക്ക്. പക്ഷേ ആ ആഗ്രഹം അള്ളാഹു നിറവേറ്റി തരികയില്ല, ആ കൊതിയൊരിക്കലും അള്ളാഹു നടപ്പിലാക്കുകയുമില്ല എന്ന് കൃത്യമായി അറിയുന്നവരാണ് നമ്മൾ. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതം. ഈ ജീവിതത്തെക്കുറിച്ച് കൃത്യമായി പച്ചയായ ഭാഷയിൽ അള്ളാഹു നമ്മോട് പറയുകയും ചെയ്തു. ജീവിതത്തെ സൃഷ്ടിച്ചത് ഖലഖൽ മൗത വൽ ഹയാത്ത്, ഈ ജീവിതത്തെയും മരണത്തെയും ഒക്കെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹുവിന് ചില ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. അള്ളാഹുവിന് ചില ലക്ഷ്യബോധത്തോടു കൂടിയാണ് മനുഷ്യരെ ഈ ലോകത്തേക്ക് അയച്ചിട്ടുള്ളത്. മരിക്കുക എന്നതും ജീവിക്കുക എന്നതും
അള്ളാഹുവിൻ്റെ കൃത്യമായ തീരുമാനമാണ്. വമാ കാന ലിനഫ്സിൻ അൻ തമൂത ഇല്ലാ ബിഇദ്നില്ലാഹി കിതാബൻ മുഅജ്ജല. കൃത്യമായി അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് സൂചിപ്പിച്ചു, അത് നിശ്ചയിക്കപ്പെട്ട തീരുമാനിക്കപ്പെട്ട ഒരു അവധിയിൽ ആ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം, അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരം മരിക്കാതിരിക്കാൻ ആർക്കും സാധ്യമല്ല. ലോകത്തൊരുപാട് സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഫലസ്തീനിലെ ഗസയിൽ ഓരോ ദിനങ്ങളിലും മരിച്ചു വീഴുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും മക്കളുടെയും പ്രായമുള്ള ആളുകളും യുവാക്കളായ ആളുകളുമൊക്കെ ഓരോരുത്തരും മരിച്ചു വീഴുന്ന കാഴ്ച നമ്മൾ പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും നമ്മുടെ കയ്യിൽ സ്ക്രോൾ ചെയ്യുന്ന നമ്മുടെ മൊബൈലിലൂടെയും നമ്മൾ കാണുമ്പോൾ ഏതൊരു ഹൃദയമുള്ള ആളുടെയും ഹൃദയം പിടഞ്ഞു പോകുന്ന, കണ്ണുകൾ പോലും നിറഞ്ഞു പോകുന്ന, മനസ്സ് വേദനിച്ചു പോകുന്ന കാഴ്ചകളാണ് നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ. ഈ സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ, അതല്ലെങ്കിൽ തൊട്ടടുത്ത നമ്മളേറെ പരിചയമുള്ള, നമ്മളേറെ അറിയുന്ന, നമ്മളെപ്പോഴും കാണുന്ന, ഒരു പക്ഷേ ആ ഒരു നിമിഷം പോലും നമ്മൾ കണ്ട് സംസാരിച്ച് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ വീട്ടിലേക്ക് കയറുന്നേ ഉണ്ടാവുകയുള്ളൂ. ആ സമയത്തായിരിക്കും അയാളുടെ മരണവാർത്ത നമ്മുടെ ചെവിയിലേക്ക് എത്തുന്നത്. ഇങ്ങനെ ഒരുപാട് മരണങ്ങളും ഒരുപാട് സംഭവങ്ങളും ഇത്തരത്തിലുള്ള അപകടങ്ങളും അതുപോലെ തന്നെ പരീക്ഷണങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കേൾക്കുമ്പോൾ, നമ്മൾ അറിയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് ഈ ഒരു ചിന്ത, മരിച്ചു പോകണമെന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതുണ്ട്. ഈ ലോകത്ത് ഞാനും അനശ്വരനായി ജീവിക്കേണ്ടതല്ല, എനിക്ക് ഈ ലോകത്ത് നിന്ന് മടങ്ങിപ്പോകേണ്ടതുണ്ട്. ഈ ലോകത്ത് കാലാകാലം ജീവിക്കാൻ അള്ളാഹു എനിക്ക് ഭാഗ്യം നൽകുകയില്ല. എൻ്റെ ആയുസ് എത്തിക്കഴിഞ്ഞാൽ ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടവരാണ് ഞാൻ എന്നൊരു ചിന്തയോടുകൂടി ജീവിക്കുമ്പോൾ, ഈ ജീവിതത്തെ വല്ലാതെ കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ, ഈ ജീവിതത്തെ വല്ലാതെ ഈ ജീവിതത്തിൻ്റെ ആസ്വാദനത്തിൽ ഇങ്ങനെ ഇഴചേർന്ന് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പടച്ചറബ് നമ്മോട് പറയുന്നുണ്ട്, വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. വഞ്ചനയുടെ വിഭവമാണ് ഈ ലോകം. നമ്മളെ വഞ്ചിപ്പിക്കുന്ന, നമ്മളെ മനസ്സിനെ വല്ലാതെ ആഗ്രഹിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു ലോകത്താണ് നീ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാ ഇങ്ങനൊരു ജീവിതം അല്ലാഹു തന്നത്? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഈ ലോകത്ത് ആരാണ് നല്ലത് പ്രവർത്തിക്കുന്നത്, നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്നറിയാൻ വേണ്ടിയാണ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരുപാട് മരണങ്ങളും ഒരുപാട് ദുരന്തങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലാഹു ഇട്ടു തരുമ്പോൾ നോക്കൂ നിങ്ങൾ, 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ ഉണർത്തിയ ഒരു വചനമുണ്ട്, ഓർമ്മപ്പെടുത്തിയൊരു കാര്യമുണ്ട്. കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബ്. നീ ഈ ലോകത്ത് ജീവിക്കേണ്ടത് ഒരു പരദേശിയെ പോലെയാണ് നീ ജീവിക്കേണ്ടത്. കാലാകാലം ഇവിടെ ജീവിക്കാമെന്ന വ്യാമോഹത്തിലല്ല, ഒരു പരദേശിയെപ്പോലെ എപ്പോഴും എനിക്ക് യാത്രയാകാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി സബീൽ, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയാണ് ഈ ലോകത്ത് നീ ജീവിക്കേണ്ടത് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, നമ്മളെ ഖബർസ്ഥാനിൽ, നമ്മളെ പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി വെച്ച ഒരുപാട് ആളുകളെ നമുക്കറിയാം. നമ്മളെ കുടുംബക്കാർ അതിലുണ്ട്, ജ്യേഷ്ഠാനുജന്മാർ അതിലുണ്ട്, ഒരു പക്ഷേ നമ്മളെ മാതാപിതാക്കൾ അതിലുണ്ടായിരിക്കാം. ഇവരുടെയൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുമായി ലോകത്ത് ജീവിച്ച ആളുകളാണ്. നേതാക്കന്മാരുണ്ട്, വലിയ വലിയ പണക്കാരുണ്ട്, കോടീശ്വരന്മാരുണ്ട്. അങ്ങനെയൊക്കെ ജീവിച്ച ആളുകൾ ഒരു പക്ഷേ ഒരുപാട് ആഗ്രഹങ്ങളുമായി ജീവിച്ച ആളുകളാണ്, ഒരുപാട് സ്വപ്നവുമായി ജീവിച്ച ആളുകളാണ്. ഒരുപാട് പൂതികൾ അവരുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ആ പൂതികളൊന്നും നിറവേറ്റാൻ കഴിയാതെ, ആ ആഗ്രഹങ്ങളൊന്നും പൂർത്തീകരിക്കാൻ സാധിക്കാതെ, ആ സ്വപ്നങ്ങളൊന്നും സഫലീകരിക്കാൻ സാധിക്കാതെ ഈ ലോകത്തിൽ നിന്ന് അവിടെ വിട പറഞ്ഞു പോയത് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം. ഇങ്ങനെ പലരും ഈ ലോകത്തിൽ നിന്ന് ദൈവത്തിൻ്റെ തീരുമാനപ്രകാരം തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട ഏറ്റവും വലിയ സത്യം, ഏത് നിമിഷവും മടങ്ങേണ്ടവനാണ് ഞാൻ എന്നൊരു ചിന്തയോടുകൂടിയാണ്. ഉദാഹരണമായി നോക്കൂ നിങ്ങൾ, ഒരു മാസത്തിൻ്റെ തുടക്കത്തിൽ 1-ാം തീയതി മുതൽ 5-ാം തീയതിക്കുള്ളിൽ ഒരു ഗവൺമെൻറ് അധ്യാപകൻ അതിൻ്റെ സാലറി ലഭിച്ചേക്കാം, അല്ലേ? അയാൾക്കൊരു പ്രതീക്ഷയുണ്ട്, ഏതായാലും 5-ാം തീയതിക്കുള്ളിൽ എൻ്റെ ശമ്പളം എൻ്റെ അക്കൗണ്ടിലേക്ക് വരും. അതേപോലെ തന്നെ ഒരു ബിസിനസ്സുകാരനായ ഒരാളാണെങ്കിൽ അയാൾ ബില്ല് കൊടുത്താൽ അയാൾക്ക് ആ ബില്ലിൻ്റെ തുക അയാൾക്ക് കിട്ടുമെന്ന് അയാൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത്ര ദൂരം എനിക്ക് യാത്ര പോകാനുണ്ട്, അത്രയും ദൂരത്തേക്കുള്ള വാഹനത്തിലുള്ള പെട്രോൾ അയാൾ അടിച്ചുകൊണ്ട് ആ വാഹനം ഓടിക്കുമ്പോൾ അയാളുടെ മനസ്സിൽ പ്രതീക്ഷയുണ്ട്, ഈ വാഹനത്തിൽ ഈ പെട്രോൾ തീരുന്നത് വരെ
എനിക്കോടാം. ഇത് മനുഷ്യൻ ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷേ അത്ര പോലും ഗ്യാരണ്ടിയില്ലാത്ത, അത്ര പോലും നിശ്ചയമില്ലാത്ത, ആ കൊഴുത്ത ബില്ലിൻ്റെ തുക വാങ്ങാൻ പോലും സമയം കിട്ടാത്ത, ആ 1-ാം തീയതിക്കോ 5-ാം തീയതിക്കോ ഉള്ളിലുള്ള ശമ്പളം വാങ്ങാൻ പോലും എൻ്റെ ആയുസ് ബാക്കിയുണ്ടാകുമെന്ന ഒരു നിശ്ചയവുമില്ലാത്ത, അടിച്ച പെട്രോൾ തീരുന്നതിന് മുമ്പ് ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എനിക്ക് എത്താൻ കഴിയുമോ എന്ന ഒരു ചിന്ത പോലുമില്ലാത്ത, ഒരു നിശ്ചയം പോലുമില്ലാത്ത, ഒരു ഉറപ്പ് പോലുമില്ലാത്ത, ഗ്യാരണ്ടി ഇല്ലാത്ത ആയുസ്സാണ് പ്രിയപ്പെട്ടവരെ മനുഷ്യൻ്റേത് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ മാറ്റം വരുമെന്ന, ഇത് ചിന്തിക്കാതെയാണ് ആളുകൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇത് ചിന്തിക്കാതെയാണ് ഏത് നിമിഷവും ഞാൻ തിരിച്ചു പോകേണ്ടി വരും എന്നൊരു ചിന്ത അവൻ്റെ മനസ്സിലില്ലാത്തത് കൊണ്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന എല്ലാവിധ കുതിരകളിയും, എല്ലാവിധ തോന്നിയാസങ്ങളും, എല്ലാവിധ പ്രയാസങ്ങളും പ്രശ്നങ്ങളും സമൂഹത്തിൽ ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അള്ളാഹു മലക്കുൽ മൗത്തിനെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നെ ഈ ലോകത്തേക്ക് പടച്ചു വിട്ടപ്പം, നമ്മളെ ഈ ലോകത്തേക്ക് പടച്ചു വിട്ടപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മലക്കുൽ മൗത്തിനോട് ഒരു ദൗത്യം, ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എങ്കിൽ നമ്മൾ എവിടെയായിരുന്നാലും, ഏത് സ്വപ്നത്തിലാണെങ്കിലും എൻ്റെയും നിങ്ങളുടെയും ആത്മാവിനെ കൊണ്ടുപോകാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച ആ മലക്കുൽ മൗത്ത് വന്നേ മതിയാകൂ. ആ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കുന്നവരാണ് മലക്കുകളെന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്. അത് അള്ളാഹു നമുക്ക് കാണിച്ചു തരുന്ന ഓരോരോ രീതികളുണ്ട്, ഓരോരോ സ്വഭാവങ്ങളുണ്ട്, ഓരോരോ രൂപങ്ങളുണ്ട്. നമ്മൾ എത്രയാ കണ്ടിട്ടുള്ളത് പ്രിയപ്പെട്ടവർ. തൻ്റെ വീടിൻ്റെ പണി പൂർത്തിയായിരിക്കുകയാണ്. ഒരുപാട് കാലത്തെ സ്വപ്നമാണ് പ്രിയപ്പെട്ടവർ, ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ അധ്വാനത്തിൻ്റെ മുഴുവൻ ചെലവുകളും, അധ്വാനിച്ച് കിട്ടിയ മുഴുവൻ സമ്പത്തും ഇതിന് വേണ്ടി അയാൾ ചെലവഴിച്ചു. അങ്ങനെ വീടിൻ്റെ പണി പൂർത്തിയായി ആ വീട്ടിലേക്ക് അന്ന് സുബഹി നമസ്കാരത്തോടുകൂടി വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. കയറിയിരുന്നു, അങ്ങനെ എല്ലാവർക്കും കൈ കൊടുത്തു, സലാം പറഞ്ഞ് എല്ലാവരെയും സ്വീകരിച്ചിരുത്തി വീടിൻ്റെ അകത്തേക്ക് കയറി ആ സോഫയിലും ചാരിയിരുന്നതേ ഓർമ്മയുള്ളൂ. ആ ചെറുപ്പക്കാരൻ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അന്ന് വൈകുന്നേരം 5 മണി മുതൽ 9 മണി വരെയുള്ള സമയത്ത് ആ വീട്ടിൽ റിസപ്ഷൻ വന്ന് തയ്യാറാക്കിയിരിക്കുകയാണ്. ആളുകൾക്കൊക്കെ വരാൻ, ഭക്ഷണം കൊടുക്കുക, ഒരു സന്തോഷം പങ്കിടുക. എൻ്റെ വീട്ടിൽ എൻ്റെ വീട് നിർമ്മിച്ചതിൻ്റെ ഒരു സന്തോഷം പങ്കിടാൻ വേണ്ടി ഒരു റിസപ്ഷൻ വരെ തയ്യാറാക്കിയ ആളുകൾക്ക് മുമ്പിലേക്ക് അയാളുടെ മയ്യത്ത് നമസ്കാരത്തിൻ്റെ സമയമാണ് ആളുകൾ അറിയാൻ സാധിച്ചത് എങ്കിൽ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെയും നിങ്ങളുടെയും ആയുസ്സിനെ പിടിക്കുന്ന രീതികൾ വ്യത്യസ്തമായ രൂപത്തിലാണ്. ഓരോ രീതികളും, ഓരോ ഘട്ടങ്ങളും, ഓരോ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ മലക്കുൽ മൗത്ത് മുഖേന അള്ളാഹു നമുക്ക് കാണിച്ചു തരികയാണ്. അല്ലേ, അന്നലെ രാത്രി ഇശാ നമസ്കരിച്ച് എന്നോട് സംസാരിച്ചു പോയ ആളാ ഇന്ന് സുബഹിക്ക് പള്ളിയിലേക്ക് പോയപ്പോഴാ അയാളെ മരണ വാർത്ത ഞാൻ കേൾക്കുന്നത്. അല്ലേ, കഴിഞ്ഞ ആഴ്ച കല്യാണത്തിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് കൂടിയതാ. എന്തുമാത്രം കാര്യങ്ങളാ പറഞ്ഞത്, എന്തുമാത്രം തമാശയാ ഞങ്ങൾ പറഞ്ഞത്. ഒരുപാട് നേരം ചിരിച്ചിട്ടുണ്ട്, ഒരുപാട് നേരം വർത്തമാനം പറഞ്ഞിട്ടുണ്ട്, മനസ്സിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ പരസ്പരം പങ്കുവെച്ച് തീർത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇന്നിതാ അയാൾ മരണ വാർത്തയാണ് കേൾക്കുന്നത്. ഇങ്ങനെ പ്രിയപ്പെട്ടവരെ, പല രൂപത്തിലും പല രീതിയിലുമുള്ള മരണങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു വാക്കുണ്ട്, ഐനമാ തകൂനു യുദ്രികുകുമുൽ മൗത്ത്. നീ എവിടെയായിരുന്നാലും, ഏത് കൊത്തളങ്ങളിലാണെങ്കിലും ശരി, ഏത് യാത്രയിലാണെങ്കിലും ശരി, എവിടെയാണെങ്കിലും യുദ്രികുകുമുൽ മൗത്ത്, ആ മരണം നിന്നെ പിടികൂടുക തന്നെ ചെയ്യും. മലക്കുൽ മൗത്ത് നിന്നെ കണ്ടുമുട്ടുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു ആവർത്തിച്ച് നമ്മോട് പറയുകയാ. ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ, ആ പടുത്തുയർത്തപ്പെട്ട കെട്ടിടത്തിന്റെ ഉള്ളിലാണെങ്കിലും ശരി നിന്നെ മരണം പിടികൂടുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, നോക്കൂ നിങ്ങൾ, നമ്മളാരും 200 കൊല്ലം ഒന്നും ഇവിടെ ജീവിക്കുമെന്ന് ആർക്കും ഉറപ്പ് കൊടുത്തിട്ടില്ല. അങ്ങനെ ഉറപ്പ് കൊടുക്കാൻ ആർക്കും പറ്റൂല. ആ 200 രൂപ, 100 രൂപ നോട്ടിങ്ങനെ ഒരുമിച്ച് വെച്ച് അത് കീശയിലിട്ട് ആ 100 രൂപൻ്റെ വില പോലും, 200 രൂപൻ്റെ വില പോലും മനുഷ്യരായ നമുക്കില്ല എന്ന ബോധ്യം ഞാനും നിങ്ങളും ഉൾക്കൊള്ളുമ്പോഴാണ് നമ്മളെന്താണ് എന്നും, നമ്മൾ ആരാണ് എന്നും, നമ്മളെവിടെ നിന്നാണ് വന്നത് എന്നും, എവിടേക്കാണ് എനിക്കും നിങ്ങൾക്കും തിരിച്ചു പോകാനുള്ളത് എന്നും
പ്രിയപ്പെട്ടവരെ, കൃത്യമായി എനിക്കും നിങ്ങൾക്കും ബോധ്യമാകും എന്ന് പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ആദരിച്ച, ഏറെ ബഹുമാനിച്ച പ്രവാചകന്മാർ പോലും ചില പ്രവാചകന്മാർ പോലും 60, 65, 70 വയസ്സിനുള്ളിലാണ് ആയുസ് കൊടുത്തിട്ടുള്ളൂ. അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും 63-ാമത്തെ വയസ്സ് വരെ ദുനിയാവിൽ ജീവിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ ഹബീബ് തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു, നിങ്ങൾ ആർക്കും ഈ ലോകത്ത് ശാശ്വതമായ ജീവിതം അനുവദിച്ചിട്ടില്ല. ആകെ കിട്ടുന്ന 100 കൊല്ലമല്ലേ പ്രിയപ്പെട്ടവരെ. അതിൽ ആദ്യത്തെ 15 കൊല്ലം ഒന്നും തിരിയാത്ത വർഷങ്ങളായി മാറി, ഒന്നും അറിയാത്ത വർഷങ്ങളായി. പിന്നെയുള്ള 10-30 കൊല്ലം, അവസാനത്തെ 19 കൊല്ലം ഒന്നിനും കഴിയാതെ ഒരു പക്ഷേ ഞാൻ പറഞ്ഞതെന്താന്ന് പോലും തിരിച്ചറിയാൻ കഴിയാതെ ബോധമില്ലാത്ത കുറേ നാളുകൾ. അങ്ങനെ 30, 15, 45 വർഷങ്ങൾ അങ്ങനെ പോകുന്നു. ബാക്കി 10-30 വർഷക്കാലമാണ്. ആ 30 വർഷത്തിനടുക്ക എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഈ ലോകത്ത് സ്വബോധത്തോടു കൂടി ജീവിക്കുന്നത്. ആ 30 വർഷത്തിനടുക്കാണ് നമ്മൾ അഹങ്കരിക്കുന്നത്. ആ 30 വർഷത്തിനടുക്കാണ് നമ്മൾ തൻപോരിമ കാണിക്കുന്നത്. ആ 30 കൊല്ലത്തിനടുക്കാണ് നമ്മൾ എല്ലാവിധ കുതിരകളിയും നടത്തുന്നത്, എല്ലാവിധ തോന്നിയാസങ്ങളും നടത്തുന്നത്. ആ 30 കൊല്ലത്തിനടുക്കാണ് നമ്മുടെ ജീവിതത്തിലേക്ക് സകലമാന ഈഗോയും അഹങ്കാരങ്ങളും അഹന്തയും തൻപോരിമയും എന്ന് വേണ്ട എല്ലാ വേണ്ടാത്തരങ്ങളും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ആ ഒരു 30 കൊല്ലത്തിനടുക്കാണ്. അവസാനം ഒരു 3 തുണി കഷ്ണത്തിൽ, വെള്ള തുണിയിൽ, അതല്ലെങ്കിൽ 5 തുണി കഷ്ണത്തിൽ നമ്മളെ പൊതിഞ്ഞു കെട്ടി വരിഞ്ഞു മുറുക്കി. കഫം പുടവയ്ക്ക് കീശയില്ല. കഫം പുടവൻ്റെ ഉള്ളിലേക്ക് ഒരു തരി സ്വത്ത് പോലും, ഒരു നയാ പൈസ പോലും ഞാനോ നിങ്ങളോ കൊണ്ടുപോകുന്നില്ല. വാശി പിടിച്ച്, വക്കാണം കാണിച്ച്, എല്ലാവിധ നെറികേടും കാണിച്ച്, ആളുകളുടെ എല്ലാ വെറുപ്പും കാണിച്ച്, വർഷങ്ങളോളം കേസ് കൂടി നമ്മുടെ പിതാവിൻ്റെ മയ്യത്തെടുക്കുമ്പോൾ ആരോടാ പ്രിയപ്പെട്ടവരെ ഇത് കാണിച്ചത്? ആ കേസ് കൂടി നേടിയെടുത്ത ഒരു തരി സ്വത്തോ, ഒരു നയാ പൈസയോ, അയാളുടെ അഹങ്കാരമോ, ജീവിതത്തിൻ്റെ എന്തെങ്കിലും ഒന്ന് ആ കഫം പുടവക്കുള്ളിൽ പൊതിഞ്ഞു കൊണ്ടുപോയത് ഇന്നേ വരെ ഞാനും നിങ്ങളും കണ്ടിട്ടില്ല. നമ്മൾ ഒരുപാട് മയ്യത്ത് കുളിപ്പിച്ചവരാ, ഒരുപാട് മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെച്ചവരാ, ഒരുപാട് മയ്യത്തിന് ഞാനും നിങ്ങളും നേതൃത്വം കൊടുത്ത് നമസ്കരിച്ചവരാ, അല്ലെങ്കിൽ ആ മയ്യത്തിന് വേണ്ടി നമസ്കരിച്ച ആളുകളാ. ഏതെങ്കിലും ഒരു മയ്യത്തിൻ്റെ കൂടെ അയാളുടെ ബാങ്ക് അക്കൗണ്ടിന് പാസ്ബുക്കുമായിട്ടോ, അയാൾ നേടിയെടുത്ത സമ്പത്തോ, അയാളുടെ ഏതെങ്കിലും രൂപത്തിലെ സ്വത്തിന്റെ ഒരു ഭാഗമോ, അയാളുടെ ആധാറിന്റെ പേപ്പറോ കൊണ്ടുപോകുന്നത് ഞാനോ നിങ്ങളോ ഇതുവരെ കണ്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. മറിച്ച് ആ ഖബറിലേക്ക് കൊണ്ടുപോകുന്നത് അയാളെ മാത്രമാണ്. അയാളുടെ കൂടെ ആ 3 തുണി മാത്രമാണ് അയാളുടെ കൂടെ കൊണ്ടുപോകുന്നത്. പക്ഷേ അള്ളാഹു പറയുന്നത് അതൊന്നുമല്ല നമുക്ക് ആവശ്യം. അള്ളാഹ്ക്ക് ആവശ്യം എന്താ? വയബ്കാ അമലുഹു, ആ ഖബറിൽ നിലനിൽക്കേണ്ടത്, നാളെ പരലോകത്തേക്ക് എനിക്കും നിങ്ങൾക്കും ഗുണം ലഭിക്കേണ്ടത്. വയബ്കാ അമലുഹു, അയാൾ ഈ ലോകത്ത് ചെയ്തു വെച്ച പ്രവർത്തനങ്ങളുണ്ട്, ഒരുപാട് സൽപ്രവർത്തനങ്ങൾ. അയാൾ പറഞ്ഞതാവാം, അയാൾ പ്രവർത്തിച്ചതാവാം, അയാളുടെ നോട്ടമാകാം, അയാളുടെ ചെയ്തികളാകാം, അയാളുടെ ഇബാദത്തുകളാകാം. ഇങ്ങനെ തുടങ്ങി പടച്ച റബ്ബും അവന്റെ പ്രവാചകനും കൽപ്പിച്ച രൂപത്തിലുള്ള ഒരുപാട് അമലുകൾ ചെയ്ത്, ആ അമലുകൾ കൊണ്ട് ഭാരം സഹിക്കവയ്യാതെ ആ രൂപത്തിൽ ഭാരത്തോടുകൂടി കർമ്മങ്ങളുടെ ഭാരവുമായി സന്തോഷത്തോടുകൂടി പടച്ച റബ്ബിന്റെ വിളിക്കുത്തരം നൽകി ആ 3 തുണി പൊതിഞ്ഞ കഫം പുടവയിൽ അള്ളാഹനെ കണ്ടുമുട്ടുന്നവർ, പ്രിയപ്പെട്ടവരെ, അത്തരത്തിലുള്ള ആളുകൾക്ക് സമാധാനിക്കാം, ആശ്വസിക്കാം. ഈ ലോകത്തുണ്ടാക്കി വെച്ചതിൽ നേരത്തെ ഇവിടെ പ്രകാശനം ചെയ്ത ഒരു പുസ്തകങ്ങൾ, അതേപോലെ തന്നെ ഈ കൊടിക്കുത്തിപ്പറമ്പ് ശാഖയിലുള്ള ഈ ശാഖ ചെറിയൊരു ശാഖയായിരുന്നാൽ പോലും ഇവിടെ ചെയ്യുന്ന നന്മകൾ എന്താ? അത് ഒരാളുടെ ബുദ്ധിയിൽ തോന്നിയതല്ലേ, ഒരാളുടെ മനസ്സിൽ തോന്നിയതല്ലേ? എത്ര പതിനായിരക്കണക്കിന് പ്രാർത്ഥനയുടെ സ്റ്റിക്കറാ നമ്മുടെ ഈ ചുറ്റുഭാഗങ്ങളിലുള്ള ഓരോ വീടുകളിലും ഒട്ടിയിട്ടുള്ളത്. ഒരുപാട് ആളുകളുടെ വീടിൻ്റെ മേശപ്പുറത്ത് ഒരുപാട് ആളുകൾ വീട്ടിലെ ഷോക്കേസിലും അവിടെ കീശയിലും കയ്യിലും ഒരുപാട് പ്രാർത്ഥനയുടെ ബുക്കുകൾ. എത്ര ആളുകൾ അതിലുള്ള പ്രാർത്ഥനകൾ പഠിച്ചിട്ടുണ്ട്, എത്ര ആളുകൾ ആ സ്റ്റിക്കർ വെച്ച് പഠിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള ഒരുപാട് അമൽ സ്വാലിയാത്തുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചെയ്യുമ്പോൾ ഒരുപാട് കർമ്മങ്ങളുമായി പടച്ചറപ്പിനെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, അതിന് മാത്രം അല്ലെങ്കിൽ അത്രമേൽ ഭാഗ്യവാന്മാർ മറ്റാരാണ് ലോകത്തുള്ളത് എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അല്ല കൊടുത്ത അവൻ്റെ ആയുസ് കൊണ്ട് അവൻ ചെയ്തു കൂട്ടിയിട്ടുള്ള ഒരുപാട് നന്മകളും ഒരുപാട് അമൽ സ്വാലിയാത്തുകൾ, മറ്റൊരാളുടെ മുഖത്ത് അവൻ വരുത്തിയ, അയാൾ കാരണമായി, ഞാൻ കാരണമായി,
മറ്റൊരാളുടെ മുഖത്ത് വരുത്തിയൊരു പുഞ്ചിരിയില്ലേ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ പ്രതിഫലമൊക്കെ എത്രയാണ് അള്ളാഹു നമുക്ക് നൽകുന്നത്. ഞാൻ കാരണമായി ഒരാൾ പുഞ്ചിരിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പ്രതിഫലം എത്രയാണ് നമ്മൾ ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ. തീർന്നില്ല, ആ രൂപത്തിൽ തന്നെ ഒരാളുടെ പ്രയാസം നീക്കാൻ വേണ്ടി, ഒരാളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ വേണ്ടി എൻ്റെ ആയുസ് കൊണ്ട് ഞാൻ എന്തെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് പ്രിയപ്പെട്ടവരെ പരലോകത്തേക്ക് വിചാരണ എളുപ്പമാക്കാൻ പറ്റുന്ന ഒരുപാട് പ്രവർത്തനങ്ങളും. ഒരാളുടെ ജീവിതത്തിൽ സന്തോഷം ഇട്ടുകൊടുക്കുക, പട്ടിണി കിടക്കുന്ന, പ്രയാസം സഹിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് ഒരു നേരത്തുള്ള ഭക്ഷണം. എൻ്റെ വീട്ടിൽ ആർഭാടപൂർവ്വം കല്യാണങ്ങൾ നടക്കുകയാണ്, ആർഭാടവും എല്ലാവിധ ധൂർത്തും പൊങ്ങച്ചവുമായി എൻ്റെ വീട്ടിൽ കല്യാണം നടക്കുമ്പോൾ ഞാനിതാ ചിന്തിക്കട്ടെ, അങ്ങനെ ധൂർത്തൊന്നും കാണിക്കണ്ട, 2 ചോറൊക്കെ കൊടുത്തിട്ടാണ് എൻ്റെ വീട്ടിൽ ഭക്ഷണം കൊടുക്കുന്നത്. അല്ല, ഒരു ചോറ് മതി, ഒരു ഐറ്റം ചോറ് മതി, 4-5 ഐറ്റം പൊരിച്ചതും കരിച്ചതും ഒന്നും വേണ്ട, ഒരു ഐറ്റം പൊരിച്ചതും മതി. ബാക്കിയുള്ള ഫണ്ട് എന്തിനു വേണ്ടി ചെലവഴിക്കണം? എത്രയോ പാവപ്പെട്ട കുടുംബങ്ങളുണ്ട്, എത്രയോ യതീം കുട്ടികൾ ലോകത്ത് സമൂഹത്തിലുണ്ട്, ചുറ്റുപാടുമുണ്ട്. അവരും നമ്മളെപ്പോലെ ഒരു ദിവസം നല്ല സുഭിക്ഷമായി ഭക്ഷണം കഴിക്കട്ടെ എന്ന് തീരുമാനിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിത പരലോക വിജയത്തിന് വേണ്ടി എന്തു ചെയ്തു എന്ന് പിന്നാമ്പുറങ്ങളിലേക്ക് അവസാനം നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് എണ്ണിപ്പറയാനില്ലെങ്കിലും ചില കാര്യങ്ങളൊക്കെ ഓർമ്മയുള്ളത് എണ്ണിപ്പറയാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുകയുള്ളൂ. നമ്മൾ ആലോചിക്കണം പ്രിയപ്പെട്ടവരെ, ആ രൂപത്തിലായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. അതിൻ്റെ ജീവിതത്തിൽ എത്രത്തോളം എനിക്ക് അള്ളാഹുവിൻ്റെ അരികിലേക്ക് കൊണ്ടുപോകാൻ ഉണ്ട് എന്ന് ചിന്തിക്കുന്നിടത്താണ് ഓരോ മരണവും, ഓരോ അപകടങ്ങളും, ഇതേ രൂപത്തിലുള്ള ഓരോ കാര്യങ്ങളും നമ്മൾക്ക് സന്ദേശങ്ങളായി മാറുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാളെ ആയുസ്സോടെ ഒരു ശരീരത്തിനൊരു കുറവും വരുത്താതെ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഓരോ മരണങ്ങൾ ഇപ്പം ഇങ്ങനെ ബോംബാക്രമണത്തിലും അതുപോലെ തന്നെ ഷെല്ലാക്രമണത്തിലും ആ രൂപത്തിലൊക്കെ ഓരോ മരണത്തെ നമ്മൾ കാണുമ്പോൾ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും ഇല്ലാതെ, തലയില്ലാത്ത, കൈയില്ലാത്ത, കാലില്ലാത്ത, കണ്ണെല്ലാം ഇതേ രൂപത്തിൽ പിന്നെ തകർന്നു പോയ, നശിച്ചു പോയ ഒരുപാട് മൃതശരീരങ്ങളെ ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ തേട്ടവും ആഗ്രഹവും പ്രാർത്ഥനയും ആ രൂപത്തിൽ ഒരു ശരീരത്തിനൊരു കുറവും പറ്റാതെ 6 പേരുടെ തോളിൽ കയറി ഭംഗിയായി കുളിപ്പിക്കപ്പെട്ട കർപ്പൂരത്തിൽ വെള്ളം ചേർത്ത് 3 വൃത്തിയുള്ള വെള്ളത്തുണി വെള്ളപ്പുടവയിൽ പൊതിഞ്ഞ് ഈ കാണാൻ നമ്മുടെ മണ്ണിനടിയിലേക്ക്, കബറാകുന്ന മണ്ണിനടിയിലേക്ക് പ്രിയപ്പെട്ടവരെ, എത്രത്തോളം എൻ്റെ കഫംപുട വൃത്തിയുണ്ടോ അതിനേക്കാൾ വൃത്തിയുള്ള എൻ്റെ മനസ്സുമായി, എത്രത്തോളം വെള്ള നിറം എൻ്റെ കഫം പുടവെക്കുണ്ടോ അതിനേക്കാൾ വെളുത്ത നിറവുമായി, ആ നിറമുള്ള മനസ്സുമായി ആ ഖബറിലേക്ക് ചെന്ന് ചേരാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമോ എന്നതാണ് പ്രിയപ്പെട്ടവരെ കിട്ടിയ ആയുസ് കൊണ്ട് ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത്. അതുകൊണ്ട് ലോകത്തിൻ്റെ റബ്ബ് അള്ളാഹുവിൻ്റെ റസൂലിലൂടെ പഠിപ്പിച്ചത് ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ. നിങ്ങൾ നന്മയിൽ ഒന്നിനെയും നിങ്ങൾ നിസ്സാരമായി കാണല്ലേ. ഒന്നിനെയും, എന്തിനേറെ നമ്മൾ നടക്കുന്ന വഴിയിൽ ഒരു മുള്ള് കാണുമ്പോൾ ആ മുള്ളൊന്നെടുത്തിടുന്നത് പോലും നിങ്ങൾ നിസ്സാരമായി കാണരുത്. നിങ്ങൾ സ്വപ്നത്തിൽ പോലും കാണാത്ത പ്രതിഫലം അത്തരത്തിലുള്ള നന്മകൾക്കുണ്ട് എന്ന് ഒരു വിശ്വാസി മനസ്സിലാക്കുമ്പോഴാണ് അവൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അർത്ഥവത്തായ രീതിയിലൊരു ഫലം ലഭിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപരനെ കാണുമ്പോൾ, തൻ്റെ സുഹൃത്തിനെ കാണുമ്പോൾ, മറ്റുള്ളവരെ കാണുമ്പോൾ മുഖത്തൊരു പുഞ്ചിരി കൊടുക്കുക എന്നത് സ്വതക്കയാണെന്ന് പഠിപ്പിച്ച പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, അതിനൊക്കെ ആയിട്ടുള്ള പ്രതിഫലം എത്രയാ. നമ്മൾ സ്വപ്നത്തിൽ പോലും കാണാത്ത പ്രതിഫലമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ളത് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കുക. മാത്രമല്ല, അതാണ് പ്രവാചകൻ പറഞ്ഞത്, ഒരു വജ്ഹുൻ തൊലിക്കോടുകൂടി, ഒരു മുഖപ്രസന്നതയോടുകൂടി തൻ്റെ സഹോദരനെ അഭിസംബോധന ചെയ്യാൻ, അഭിമുഖീകരിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഒന്നും ചെയ്തു കൊടുക്കണ്ട, ചിരിച്ചാൽ പോലും നിങ്ങൾക്ക് സ്വതക്കയുടെ പ്രതിഫലമാണെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ആലോചിക്കണം നിങ്ങൾ, എത്ര പേർക്ക് അതിന് സാധിക്കുന്നുണ്ട്. തൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തൻ്റെ മക്കളോട്, കുടുംബത്തോട്, ഭാര്യയോട് ആ മുഖപ്രസന്നതയോടുകൂടി ചിരിച്ചൊന്ന് സംസാരിക്കാൻ എത്ര ആളുകൾക്ക് സാധിക്കുന്നുണ്ട്? ചിരിച്ചൊന്ന് സംസാരിക്കാൻ എത്ര ആളുകൾക്ക് സാധിക്കുന്നുണ്ട്? തൻ്റെ കൂട്ടുകാരനെ കാണുമ്പോൾ, തൻ്റെ അയൽവാസിയെ കാണുമ്പോൾ, തൻ്റെ പിതാവിനെ കാണുമ്പോൾ, തൻ്റെ മക്കളെ കാണുമ്പോൾ, തൻ്റെ ഭാര്യയെ കാണുമ്പോൾ, തൻ്റെ കുടുംബത്തെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിയോടുകൂടി മനസ്സറിഞ്ഞുകൊണ്ട് തെളിഞ്ഞ മനസ്സുമായി പുഞ്ചിരിക്കാൻ സമൂഹത്തിൽ എത്ര ആളുകൾക്ക് സാധിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ? അത് സ്വതക്കയാണെന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ തിരുദൂതർ സ്വഹാബത്തും അവരുടെ ജീവിതത്തിൽ ആഗ്രഹിച്ചതും
ആ ഒരു കാര്യം തന്നെയാണ്. ദുനിയാവിൽ എന്തെങ്കിലും വെട്ടിപ്പിടിച്ചടക്കാൻ വേണ്ടിയല്ല. ഒരുപാട് ഏക്കറക്കണക്കിന് സ്വത്തുക്കൾ തൻ്റെ പേരിലുണ്ടാവണമെന്ന പൂതിയായിരുന്നില്ല അവർക്ക്, തീർന്നില്ല. മാത്രമല്ല ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ടിൽ എൻ്റെ പേരിൽ ഇത്ര കോടിക്കണക്കിന് രൂപ സ്വത്തുണ്ടാകണമെന്നുള്ള അല്ലെങ്കിൽ പണമുണ്ടാകണമെന്ന ആഗ്രഹമായിരുന്നില്ല അവർക്കൊന്നും ഉണ്ടായിരുന്നു. മറിച്ച് ഓരോ സ്വഹാബത്തിൻ്റെയും ജീവിതം അവർ നേടിയതും തേടിയതും നാളെ റബ്ബിൻ്റെ അരികിലേക്ക് കൊണ്ടുപോകാൻ, ആ വിചാരണ ദിവസം പടച്ച റബ്ബിൻ്റെ മുമ്പിൽ വിചാരണ നേടുമ്പോൾ അമ്മാമൻ ഖാഫ മഖാമ റബ്ബി അമ്മാമൻ ഖാഫ മഖാമ റബ്ബി, പടച്ച റബ്ബിൻ്റെ മുമ്പിലേക്ക് നിൽക്കുമ്പോൾ, വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ, അള്ളാഹിൻ്റെ മുമ്പിലേക്ക് വലത് കൈയിലുള്ള ഗ്രന്ഥവും ഇടത് കൈയിലുള്ള ഗ്രന്ഥവും കൊടുക്കുമ്പോൾ, ആ വലത് കൈയിലെ ഗ്രന്ഥം ആ ഗ്രന്ഥം തൂങ്ങുന്ന കൈയായിക്കൊണ്ട്, മനസ്സായിക്കൊണ്ട്, ജീവിതമായിക്കൊണ്ട് കൊടുക്കാൻ, ആ രൂപത്തിൽ ഉൾപ്പെടാൻ പ്രിയപ്പെട്ടവരെ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമോ അതിലേക്കായിരിക്കണം ഒരു വിശ്വാസിയുടെ ജീവിതം ഉണ്ടായിരിക്കേണ്ടത്. മറിച്ച് ഈ മഹാനായ സുബൈർ ബിൻ അവാം റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമ്മൾ കേട്ടവരാണ്, ഒരുപാട് കേട്ടവരാണ്. സുബൈർ ബിൻ അവാം റളിയല്ലാഹു അൻഹു മരിച്ചു കിടക്കുകയാണ്. അദ്ദേഹത്തെ കാണാൻ സ്വഹാബിമാർ കാണാൻ ചെല്ലുകയാണ്. മയ്യത്ത് കാണാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ഉർവ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അരികിൽ ഇരിക്കുന്നുണ്ട്, മയ്യത്തിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. സ്വഹാബിമാരൊക്കെ ഉർവയുടെ തോളിൽ തട്ടിക്കൊണ്ട് ഉർവയോട് ചോദിച്ചു, ഉർവ, പിതാവ് മരിച്ചു പോകുന്ന സമയത്ത് എന്തു ബാക്കി വെച്ചാണ് പിതാവ് മരണപ്പെട്ടത് എന്ന് ഉർവയോട് സ്വഹാബത്ത് ചോദിക്കുന്ന സന്ദർഭത്തിൽ പരലോകത്തേക്ക് വേണ്ടി എന്താണ് ബാക്കി വെച്ചത് എന്ന് ഉർവയോട് ചോദിക്കുമ്പോൾ ഉർവ റളിയല്ലാഹു അൻഹു തൻ്റെ പിതാവിൻ്റെ മുഖത്ത് നിന്ന്, തൻ്റെ പിതാവിൻ്റെ മേലിൽ നിന്ന് ആ പുടവ മാറ്റി, ആ തുണി മാറ്റിക്കൊണ്ട് പിതാവിൻ്റെ തോൾ ഭാഗത്തുള്ള 3 വാളിനാലുള്ള വെട്ട് കാണിച്ചു കൊടുക്കുകയാണ്. എൻ്റെ പിതാവിന് ബദർ യുദ്ധത്തിൽ കിട്ടിയ 2 വെട്ടും യർമൂക്ക് യുദ്ധത്തിൽ കിട്ടിയ 1 വെട്ടുമാണ് ഈ കാണുന്നത്. ഈ വെട്ടാണ് പിതാവിന് സ്വർഗത്തിലേക്ക് പോകാനുള്ള മാർഗമായി ഞാൻ കാണുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ആരാണ് ഈ സുബൈർ ബിൻ അവാം റളിയല്ലാഹു അൻഹു? അള്ളാഹിൻ്റെ റസൂല്, ലോകത്തിൻ്റെ തിരുദൂതർ 10 സ്വഹാബിമാരെ കുറിച്ച് എണ്ണി പറയുകയാ. ഈ 10 സ്വഹാബിമാർക്ക് നാളെ പരലോകത്ത് സ്വർഗമല്ലാത്ത പ്രതിഫലമില്ല എന്ന് അശ്റത്തുൽ മുബശ്ശിരീൻ എന്ന് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുള്ള 10 സ്വഹാബിമാരിൽ ഒരാളായിരുന്നു മഹാനായ സുബൈർ അവാം റളിയല്ലാഹു അൻഹു. ആ സുബൈർ റളിയല്ലാഹുവിൻ്റെ തോളത്ത് 3 വെട്ട് കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ ഉർവ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എനിക്ക് സമാധാനം, എൻ്റെ പിതാവ് സമാധാനമായി മരിച്ചത് ഈ 3 വെട്ട് ഇസ്ലാമിന് വേണ്ടി കൊണ്ടതാണല്ലോ, ഇസ്ലാമിന് വേണ്ടി നേടിയതാണല്ലോ എന്നൊരു കാരണത്താൽ വേണ്ടിയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും മനസ്സിലാക്കുക, എനിക്കിപ്പോൾ 40 വയസ്സായി. 40ൻ്റെ നിറവിലാണ് ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എൻ്റെ മുമ്പിലിരിക്കുന്ന പല കാരണവന്മാരും 40 കഴിഞ്ഞ് 50 കഴിഞ്ഞ് 60 70 വയസ്സായി ജീവിക്കുമ്പോൾ ഈ ആയുസ്സിനിടക്ക് പടച്ച റബ്ബിന്റെ മാർഗത്തിൽ അള്ളാഹിന്റെ ദീനിന് വേണ്ടി ഒരു വിയർപ്പിന്റെ അണുവെങ്കിലും പൊഴിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ എന്ന് എൻ്റെ ജീവിതത്തിന്റെ പുന്നാമ്പുറങ്ങളിലേക്ക് നമ്മൾ മായുമ്പോൾ, തേടുമ്പോൾ, നോക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും എന്താണുള്ളത് എന്ന് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും മനസ്സിലാക്കുക, ആലോചിക്കുക. ഇന്നെങ്ങാനും എൻ്റെ റൂഹിനെ പടച്ച റബ്ബ് പിടിക്കുകയാണെങ്കിൽ, മലക്കുൽ മൗത്ത് എൻ്റെ റൂഹിനെ കൊണ്ടുപോവുകയാണെങ്കിൽ, ആ മലക്കുൽ മൗത്തിന്റെ മുമ്പിൽ എനിക്ക് കൊണ്ടുപോകല്ലേ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ആയുസത്തി കഴിഞ്ഞാൽ അള്ളാഹു ഒരിക്കലും പിന്തിക്കുകയില്ല, അള്ളാഹു ഒരിക്കലും മുന്തിക്കുകയുമില്ല. ആയുസത്തി കഴിഞ്ഞാൽ ഏത് സന്ദർഭത്തിലാണെങ്കിലും, ഇല്ല എൻ്റെ മകളെ കല്യാണം കഴിയാനുണ്ട്, എൻ്റെ മകൻ്റെ നിക്കാഹൊന്ന് കഴിഞ്ഞോട്ടെ, എൻ്റെ വീടിൻ്റെ കുടിരിക്കലൊന്ന് കഴിഞ്ഞോട്ടെ, ഞാനൊന്ന് വീട്ടിലെത്തിക്കോട്ടെ, ഞാൻ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം ഒന്ന് പൂർത്തിയാക്കിക്കോട്ടെ, ഞാൻ പോകുന്ന യാത്ര ഒന്ന് മുഴുവനാക്കിക്കോട്ടെ എന്ന് പറയാൻ പോലും നേരമില്ലാതെ, സമയമില്ലാതെ. പ്രിയപ്പെട്ടവരെ, മരണം അങ്ങനെയാണ്, പച്ചയായ യാഥാർത്ഥ്യമാണ്. അത് വിളിക്കുത്തരം നൽകി പോകുമ്പോൾ എൻ്റെയും നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത്? കുറേ യാത്ര പോയതുണ്ട്, കുറേ ടൂർ പോയതുണ്ട്, കുറേ കല്യാണങ്ങൾക്ക് പങ്കെടുത്തതുണ്ട്, കുറേ ആ രൂപത്തിലൊക്കെ ഉറങ്ങി തീർത്തതുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ആ രൂപത്തിലൊക്കെ ചെലവഴിച്ചതാ. നേരെ മറിച്ച് ഒരു വിയർപ്പിൻ്റെ തുള്ളി, ഒരു വിയർപ്പെങ്കിലും അള്ളാഹിൻ്റെ ദീനിന് പൊഴിച്ചതായിട്ട് എവിടെയാ പ്രിയപ്പെട്ടവർ എനിക്കും നിങ്ങൾക്ക് പറയാനുള്ളത്? ആലോചിക്കേണ്ട വസ്തുതല്ലേ? നോക്കൂ നിങ്ങൾ, എന്തെല്ലാം നന്മകൾ നമുക്ക് ജീവിതത്തിൽ ചെയ്യാനുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഇങ്ങനെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ നിൽക്കുക, വല്ലാത്ത പുഞ്ചിരിയോടുകൂടി നിൽക്കുക. കാരണം എന്താണെന്നറിയോ? ഒരു ആടിനെ അറുത്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ. ആ ആടിനെ അറുത്തിട്ട് എല്ലാവർക്കും ദാനം ചെയ്തു, എല്ലാവർക്കും ദാനം കൊടുത്തു. എല്ലാവർക്കും ദാനം ചെയ്തിട്ട് ആ ആടിൻ്റെ കുളമ്പ് മാത്രം ബാക്കിയായിട്ടുണ്ട്. ആടിൻ്റെ കുളമ്പ് മാത്രം, ഞാൻ അവസാനിപ്പിക്കുക, ആടിൻ്റെ കുളമ്പ് മാത്രം ബാക്കി വെച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകന് പറഞ്ഞു, പ്രവാചകരെ എല്ലാം കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു, നമുക്ക് ബാക്കിയായത് ഈ ആടിൻ്റെ കുളമ്പ് മാത്രമാണ്. ആലോചിച്ച്, വല്ലാത്തൊരു നർമ്മരസം കരുന്ന വർത്താനത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുക. പ്രവാചകൻ തിരുത്തി, ആയിഷ, അത് മാത്രമേ നമുക്ക് നഷ്ടപ്പെട്ടത്, ബാക്കിയെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നാ, കൊടുത്തതൊക്കെ നമുക്ക് കിട്ടിയിക്കുക, ഈ കുളമ്പ് മാത്രമാ.
നമുക്ക് ബാക്കിയായത് എന്നാണ് പ്രിയപ്പെട്ട നഷ്ടപ്പെട്ടത് എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എത്ര ചെറിയ നന്മയാണെങ്കിലും പ്രിയപ്പെട്ടവരെ, പടച്ച റബ്ബിൻ്റെ അടുക്കൽ വലിയ നന്മയായിട്ടാണ് അത് രേഖപ്പെടുത്തി വെക്കുക എന്ന ചിന്തയോടുകൂടി ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്നത് അപ്പം ആ നിമിഷം നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകുക. ഈ രൂപത്തിലായിരിക്കണം. നോക്കൂ, നിങ്ങൾ ഹാസിബു ഖബ്ല അൻ തുഹാസബു, നിങ്ങൾ വിചാരണ നടത്തുക. ഒരു വിചാരണ ദിവസം വരുന്നതിന് മുമ്പ് സ്വയം വിചാരണ നടത്തുക. ബാപ്പ എന്ന ഞാൻ എൻ്റെ ആ റോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്താണ് ബാപ്പ എന്ന രീതിയിൽ ഞാൻ എൻ്റെ മക്കളോട് ഉത്തരവാദിത്തം നിർവഹിച്ചോ? ഒന്നാമത്തെ കാര്യം, ഞാനൊരു മകനാണ്, മകൻ എന്ന രീതിയിൽ മാതാപിതാക്കളോട് ഞാൻ ഉത്തരവാദിത്തം നിർവഹിച്ചോ? ഞാനൊരു ഭാര്യയാണ്, ഉമ്മയാണ്, സഹോദരനാണ്, സഹോദരിയാണ്. എങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ റോളിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതിലെല്ലാം എനിക്ക് കൃത്യമായ ഉത്തരവാദിത്തം നിർവഹിച്ചുകൊണ്ട് പടച്ച റബ്ബിൻ്റെ കൽപ്പന പ്രകാരം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായി ആലോചിച്ച് പ്രിയപ്പെട്ടവരെ ജീവിതത്തെ ധന്യമാക്കുക. എങ്ങനെയായാലും നമ്മൾ മരിക്കേണ്ടവരാണ്. ഈ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി പോകേണ്ടവരാണ്. സന്തോഷത്തോടുകൂടി, ആരോടും പ്രയാസങ്ങളില്ലാതെ നാളെ നമ്മുടെ മയ്യത്തിനെ പള്ളിയിൽ കൊണ്ടുപോയി ആ തെക്ക് വടക്ക് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മളെ മക്കളോ ബന്ധപ്പെട്ടവരൊക്കെ മൈക്ക് വാങ്ങി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ മയ്യത്തുമായി ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അപ്പം പറയേണ്ട സംഗതിയല്ലത്. ജീവിതത്തിൽ നമ്മൾ ചെയ്തു തീർക്കേണ്ട, ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൈപിടിച്ചുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് പൊരുത്തപ്പെടിച്ച് ഇല്ലാതെയാക്കേണ്ട സന്ദർഭമാണ്. മരിച്ചിട്ടല്ല പൊരുത്തപ്പെടിപ്പിക്കേണ്ടത്, മക്കളല്ല അത് പറയേണ്ടത്. ആളുകൾ പറയും ഈ മയ്യത്തുമായി എന്തെങ്കിലും ബാധ്യതകളുണ്ടെങ്കിൽ, പ്രയാസങ്ങളുണ്ടെങ്കിൽ വിട്ടു പുറത്തു കൊടുക്കണേ. അവിടേക്ക് വെക്കല്ല പ്രിയപ്പെട്ടവരെ. അതിനു മുമ്പ് തന്നെ ആരോടും പകയില്ലാതെ, വിദ്വേഷങ്ങളില്ലാതെ, സാമ്പത്തികമായും അതുപോലെ തന്നെ വാക്കാലും പ്രവൃത്തിയിലുമൊക്കെ എല്ലാം അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ള കുടുംബ സംഗമങ്ങളും ഫാമിലി മീറ്റുകളൊക്കെ സംഘടിപ്പിക്കുന്നത്. അതല്ലാതെ ഒരു 8-10-19 ആളുകൾ ഒരുമിച്ച് കൂടി എല്ലാ ക്ലാസ്സുകളും കേട്ട് ക്ലാസിൻ്റെ അഭിപ്രായം പാസ്സാക്കി ഇവിടുന്ന് അങ്ങോട്ട് പോയി ജീവിതത്തിലൊരു മാറ്റവുമില്ല, ഒരു പരിശുദ്ധ ഖുർആൻ്റെ ഒരു ആയത്ത് പോലും ഒന്ന് ഓതാൻ പോലും മെനക്കെടുന്നില്ല എന്ന് പറയുമ്പോൾ നോക്കൂ നിങ്ങൾ, എത്ര ഉമ്മമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിലെ ഉമ്മമാരെ കുറിച്ചല്ല പറയുന്നത്, ഇന്നത്തെ കാലഘട്ടത്തിലെ ഉപ്പമാരെ കുറിച്ചല്ല പറയുന്നത്. പരിശുദ്ധ ഖുർആൻ മറിക്കുമ്പോൾ പോലും ഒരു പക്ഷേ അതിന് പേജുകൾ കയ്യിൽ പോരും, എന്നിട്ടും അത് ഒട്ടിച്ച് തുന്നിച്ചേർത്ത് ആ ഖുർആന്റെ ഓരോ പേജും മറിച്ച് അതിൽ ഓതിയിട്ട് അവസാനം ക്ഷീണിച്ച് ഉറക്കം തൂങ്ങി ആ മുസ്ഹഫിലേക്ക് മുഖമമർത്തി കിടക്കുന്ന എത്ര വല്യമ്മമാർ ലോകത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മളെ നാട്ടിൽ കണ്ടിട്ടുണ്ട്, പൂർവികരായ ആ ലോകത്ത് കണ്ടിട്ടുണ്ട്. നമ്മളെ വീട്ടിലൊക്കെ എത്ര ഖുർആനുണ്ട് സഹോദരങ്ങൾ. 5ഉം 10ഉം ഖുർആൻ ഉണ്ടായിട്ട് ഒരു ഖുർആനിൻ്റെ ഒരു ആയത്ത് പോലും പരലോകത്തേക്ക് സുഖം കിട്ടുന്ന വേണ്ടി വിചാരണ എളുപ്പമാകാൻ ഒരായത്ത് പോലും പാരായണം ചെയ്യാനോ നമ്മുടെ മക്കളോട് ഓതി കേൾപ്പിക്കുവാനോ ഓതാൻ പറയാനോ മടി കാണിക്കുന്ന, സമയം കണ്ടെത്താൻ സാധിക്കാത്ത വല്ലാത്തൊരു വൈബിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. വല്ലാത്തൊരു വൈബിൻ്റെ ലോകമാ പ്രിയപ്പെട്ടവർ. എല്ലാത്തിലും വൈബാ, എല്ലാത്തിനും നമുക്ക് നേരമുണ്ട്. കല്യാണങ്ങളൊക്കെ പൊടിപൊടിക്കാൻ നേരമുണ്ട്. 5-6 ദിവസം കല്യാണം നടത്താൻ സമയമുണ്ട്. വ്യത്യസ്ത പേരുകളിൽ ഗ്രൂം ടു ബി ആയിട്ടും ബ്രൈഡ് ടു ബി ആയിട്ടും അതേപോലെ തന്നെ എല്ലാ പേരുകളിലും 5-6 പേര് കൊടുത്തിട്ട് 4-5 ദിവസം നീണ്ടു നിൽക്കുന്ന കല്യാണങ്ങൾക്ക് എല്ലാത്തിനും നമ്മൾ സമയമുണ്ട്. അള്ളാഹിൻ്റെ ഖുർആൻ മറിച്ചു നോക്കാൻ നമുക്ക് നേരമില്ല. പടച്ചറപ്പിലേക്കൊന്ന് അടുക്കാൻ നമുക്ക് നേരമില്ല. നമസ്കാരം കഴിഞ്ഞ് പടച്ചറപ്പിലേക്ക് കൈകൾ ഉയർത്താൻ നമുക്ക് നേരമില്ല. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ പറയാൻ നമുക്ക് നേരമില്ല. അല്ലാഹ്, എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താ എന്ന് ചോദിക്കാൻ തേടാൻ, ജീവിതത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പോലും സമയമില്ലാതെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാ. ഇല്ല കേട്ടോ, പിടികൂടും. വല്ലാത്തൊരു പിടിക്കലാണ്. കൊതറി മാറാൻ പറ്റാത്ത, അടർത്തി മാറ്റാൻ പറ്റാത്ത ഒരു പിടുത്തം പിടിക്കുമ്പോൾ പടച്ച റബ്ബേ, റബ്ബിലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, ഒരു നിമിഷമെങ്കിലും എനിക്ക് തരുമോ എന്ന് ചോദിക്കുമ്പോൾ കല്ലാ ഇന്നഹാ ഹുവ കലിമത്തുൻ ഹുവ ഖായിലുഹാ, ഈ വെറും വാക്ക് വർത്തമാനം പറയല്ലേ, അവസാനത്തെ സമയം കഴിഞ്ഞു പോയി, ഇനി നിനക്ക് സമയമില്ല എന്ന് പറയുന്ന സന്ദർഭം വരുന്നതിന് മുമ്പ് പ്രിയപ്പെട്ടവരെ ജീവിതത്തെ ഉപയോഗപ്പെടുത്തുക, ആയുസ്സിനെ ഉപയോഗപ്പെടുത്തുക, സമ്പത്തിനെ ഉപയോഗപ്പെടുത്തുക. ജീവിതത്തെ എല്ലാ രൂപത്തിലും അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു വേഷം, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊരു പ്രവർത്തനം, സംസാരം നമ്മൾ ഉണ്ടാവരുതേ എന്ന വാശിയോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഏത് സന്ദർഭത്തിൽ ഈ ലോകത്തിന് വിട പറയേണ്ടി വന്നാലും പടച്ച റബ്ബിനെ ആ പുഞ്ചിരിയോടുകൂടി അള്ളാഹു തൃപ്തിപ്പെട്ട രൂപത്തിൽ, പ്രവാചകൻ തൃപ്തിപ്പെട്ട രൂപത്തിൽ ജീവിതം നയിച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണം റബ്ബേ. പടച്ച റബ്ബേ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും മുസ്ലിം ആയതിൻ്റെ പേരിൽ പീഡനങ്ങളും മർദ്ദനങ്ങളും സഹിക്കേണ്ടി വരുന്ന ഒരുപാട് സാധുക്കളായ സഹോദരങ്ങൾ നാഥ റഹ്മാനെ, ഈമാൻ അവർക്ക് പ്രദാനം ചെയ്യണമേ റബ്ബേ, തവക്കൽ അവർക്ക് പ്രദാനം ചെയ്യണമേ റബ്ബേ. പടച്ച റബ്ബേ, ഫലസ്തീനി മക്കൾ, ഫലസ്തീനി ജനത
വല്ലാത്ത പ്രയാസത്തിലാണ് റബ്ബേ, വല്ലാത്ത പ്രയാസത്തിലാണ്. ലോകത്തുള്ള പല മുസ്ലിമീങ്ങളും വല്ലാതെ പ്രയാസം നേരിടുകയാണ് നാഥ. അർഹം റാഹിമേ, സമാധാനം കൊടുക്ക് റബ്ബേ, ഒരു പോംവഴി ഉണ്ടാക്കി കൊടുക്ക് റബ്ബേ. ഇസ്ലാമിൻ്റെ ശത്രുക്കളെ റഹ്മാനെ ആ രൂപത്തിൽ പാഠം നീ പഠിപ്പിക്കണം റബ്ബേ. അർഹം റാഹിമേ, അവർക്ക് സമാധാനം കൊടുക്ക്. മരിക്കുന്നവർക്ക്, മരണപ്പെട്ടവർക്ക് ഷഹീദിൻ്റെ പ്രതിഫലം നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ റബ്ബേ. പടച്ച റബ്ബേ, ഏത് പ്രാർത്ഥനയിലും അത്തരം പ്രയാസപ്പെടുന്ന ആളുകളെ ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് വേണ്ടി ആരോഗ്യവും ആഫിയത്തും സമ്പത്തും ചെലവഴിക്കുവാനുള്ളൊരു മനസ്സും അള്ളാഹുവെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി നീ അനുഗ്രഹിക്കണേ റബ്ബേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വർഹംനാ യാ അർഹമർ റാഹിമീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശുക്രൻ, ജസാക്കല്ലാഹു ഖൈർ. പിന്നെ നമ്മൾ അവാർഡ് ദാനമാണുള്ളത്. അതിൽ കഴിഞ്ഞ MSM നടത്തിയ കൊടികുത്തിപ്പറമ്പ് യൂണിറ്റ് നടത്തിയ അതിറാക്ക് റമദാൻ ഓൺലൈൻ ക്വിസ് മത്സരം ഉണ്ടായിരുന്നു. അതിൽ ഉന്നത വിജയം നേടിയ 1ാം സ്ഥാനം വാങ്ങിച്ചത് സാബിറ എന്നവരാണ്. പിന്നെ നസീഫ്, പിന്നെ റംല, ഇവർ 3 പേരാണ് അവാർഡ് വാങ്ങിച്ചവർ. അവർക്ക് ഇവിടെ അവർ എത്താത്തതുകൊണ്ട് അവർക്കുള്ള അവാർഡ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ MSM ബാലവേദി കൗതുക വിജ്ഞാന പരീക്ഷയിൽ ഉന്നത വിജയം നേടിയത് നമ്മുടെ ജില്ലയിലേക്ക്, നമ്മളെ ഇവിടെ നിന്നുള്ള മദ്രസയിൽ നിന്ന് നമ്മുടെ ജില്ലയിലേക്ക് പോയ ഒറ്റ ഏക ആൾ ഇസിയാൻ മുർഷിദാണ്. ആൾ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. നന്ദി പറയാൻ മുനീറാക്കാൻ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്ര നമസ്കാരത്തിന് ശേഷം തുടങ്ങിയ നമ്മുടെ ഈ ഫാമിലി മീറ്റിൽ പങ്കെടുത്ത് നമ്മോട് സംസാരിച്ച ഷമീല ടീച്ചർക്കും അതുപോലെ നൗഷാദ് മദനി, ബഷീർ ഫാറൂഖി, അതുപോലെ ഈ ക്ലാസ് കേൾക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് പരിപാടി പിരിച്ചുവിട്ട